ഞാൻ പാലും വെള്ളവും എടുക്കുമായിരുന്നു. രണ്ടും ചേർത്ത് കുഞ്ഞിന്റെ വയർ നിറയ്ക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു വൻ അപകടം സംഭവിച്ചത്. ഒരു വലിയ കാറ്റ് വന്ന പോലെയാണ്. എന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ ജീവിതം ഒന്നും ശരിയായി പോകുന്നില്ലായിരുന്നു. എന്റെ എല്ലാം തകർന്നുപോയി. കാരണം ഞാൻ സൃഷ്ടിച്ചതെല്ലാം. സമൂഹം ഒരിക്കലും ആർക്കും വേണ്ടി ഒന്നും ചെയ്യാറില്ല. എന്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ ഇത്രയേറെ അനുഭവം നേടിയത്. അവരുടെ പകുതി ബന്ധുക്കൾ ആയുഷുമായി ബന്ധം വിച്ഛേദിച്ചു. കാരണം അവൻ എന്നെ വിവാഹം കഴിച്ചതിനാലാണ്. ഇന്ന് ദൈവം എനിക്ക് ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. അതിനാൽ എനിക്ക് ഇത്രയും അഭിമാനം ലഭിച്ചു. ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നു. ഈ വേദിയിൽ എത്താൻ യോഗ്യയായ സൃഷ്ടിയായി ഞാൻ മാറിയിരിക്കുന്നു. എന്റെ പേര് സൃഷ്ടി സിംഗ് ആണ്. ഞാൻ എന്റെ അമ്മയുടെയും അച്ഛന്റെയും ഏക മകളാണ്. കൂടാതെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ വിവാഹം വളരെ ചെറുപ്പത്തിൽ തന്നെ നടന്നു. അതിനുള്ള കാരണം എന്റെ അച്ഛൻ വളരെ അസുഖം പിടിച്ചിരുന്നതാണ്. എന്റെ അച്ഛന് ഹൃദ്രോഗം ഉണ്ടായിരുന്നു. എന്റെ അച്ഛന് ഷുഗർ, പ്രമേഹം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് രോഗങ്ങൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിരുന്നു. അതിനാൽ എന്റെ വിവാഹത്തിൽ ബുദ്ധിമുട്ട് വരരുത്, അല്ലെങ്കിൽ എന്റെ അമ്മയെ ഒറ്റയ്ക്ക് വിടേണ്ടി വരുമോ എന്ന ആശങ്ക എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. വളരെയധികം ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിന്റെ തലയിൽ ആയിരുന്നു. ഈ കാരണം കൊണ്ടാണ് എന്റെ അച്ഛൻ എന്റെ വിവാഹം വളരെ വേഗത്തിൽ നടത്തിയത്, അതും ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ. ഞാൻ ഇന്ററിൽ പഠിക്കുമ്പോഴാണ് വിവാഹം നടന്നത്. വിവാഹം നടന്ന കുടുംബം വലുതായിരുന്നു. ഞാൻ വന്നത് ചെറിയ കുടുംബത്തിൽ നിന്നാണ്. എന്റെ വിവാഹം നടന്നു. എന്റെ ഭർത്താവും ഞാനും. എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പ്രായം 18 ആയാലും അല്ലെങ്കിൽ മറ്റെന്തായാലും പെൺകുട്ടികൾക്ക്, വധുവാണെങ്കിൽ അവൾക്ക് 18 വയസ്സാണെങ്കിൽ പോലും അവളുടെ വിവാഹം കഴിഞ്ഞാൽ അവളെ ഒരു വിധി വിധിക്കുന്ന കണ്ണിൽ കാണപ്പെടുന്നു. പെൺകുട്ടിക്ക് 30 വയസ്സാണെങ്കിലും അവളുടെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അവളെ ഒരു കുട്ടിയെ പോലെ കാണപ്പെടുന്നു. എങ്ങൊക്കെയോ അതേ അവസ്ഥ എനിക്ക് പോലും ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ എങ്കിലും എനിക്ക് കുറച്ച് സഹായം അമ്മാവന്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. അച്ഛൻ പോയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സാമ്പത്തിക സ്ഥിതി ദുർബലമായി. അവർക്കും എനിക്കും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ഒരേ നിലയിൽ നിന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പോഴും പോരാടുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലാകാറില്ലായിരുന്നു. അതിനിടയിൽ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ കുട്ടി ജനിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ മകൻ ജനിച്ചപ്പോൾ പോലും എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദുർബലമായിരുന്നു. അത്രത്തോളം ദുർബലമായിരുന്നു, എന്റെ കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ പോലും പണം എടുക്കാൻ കഴിയാറില്ലായിരുന്നു. ഒരു സമയത്ത് ഞാൻ 1 ലിറ്റർ പാൽ വാങ്ങും, 1 ലിറ്റർ വെള്ളം വാങ്ങും. രണ്ടും ചേർത്ത് എന്റെ കുഞ്ഞിന്റെ വയർ നിറയ്ക്കുമായിരുന്നു. ആ അവസ്ഥ സൃഷ്ടിയും കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്റെ മകൻ ജനിച്ചു. അത്തരം അവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം സംഭവങ്ങൾ അങ്ങനെ തന്നെ നടന്നപ്പോൾ എന്റെ രണ്ടാമത്തെ കുഞ്ഞും ഗർഭത്തിൽ വന്നു. എന്റെ അവസ്ഥ സാമ്പത്തികമായി കഷ്ടപ്പെട്ടിരുന്നു. ഞാൻ വിഷമിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഭർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ചെയ്യാം, എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ആകണം എന്ന് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും വിധത്തിൽ എന്റെ ജീവിതം ശരിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഭർത്താവ് എനിക്ക് പിന്തുണയായിരുന്നു. എനിക്ക് തോന്നി ഞാൻ ഇത്ര വേഗത്തിൽ പണം സമ്പാദിക്കാനാവില്ലെന്ന്. അതിനാൽ ഞാൻ ഒരു സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ബ്യൂട്ടീഷ്യൻ സെമിനാർ നടക്കുകയായിരുന്നു. അതും വളരെ കുറച്ച് പണത്തിൽ, വെറും 3000 രൂപയ്ക്ക് 15 ദിവസത്തെ സെമിനാർ. ഞാൻ ഭർത്താവിനോട് 3000 രൂപ വാങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്യണം. എന്നിട്ട് ഞാൻ കോഴ്സ് തുടങ്ങുകയും ചെയ്തു. 1 മാസം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു പാർലർ തുറന്നു. പാർലർ തുറന്നതിന് കുറച്ച് സമയത്തിനകം തന്നെ എന്റെ പാർലർ നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ ശരാശരി വരുമാനം നേടാൻ തുടങ്ങി. അപ്പോൾ ഒരു കുഞ്ഞ് എന്റെ വയറ്റിലായിരുന്നു, മറ്റൊരു കുഞ്ഞ് എന്റെ കയ്യിലായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല എന്റെ കുഞ്ഞ് ചെറുതാണോ അല്ലെങ്കിൽ കുഞ്ഞ് എന്റെ കയ്യിലാണോ എന്ന്. ആ സിറ്റുവേഷനിൽ ഞാൻ അതേ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. ഒരു വിവാഹിതയല്ലാത്ത പെൺകുട്ടി എങ്ങനെ കാര്യം ചെയ്യുമോ അതുപോലെ. എനിക്ക് അറിയാമായിരുന്നു എന്റെ പ്രശ്നം എന്റെ ഗർഭധാരണവും എന്റെ കുഞ്ഞുമാണ്. പക്ഷേ അതിനേക്കാൾ വലിയതാണ് എന്റെ പ്രശ്നം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാതെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. കുറച്ച് സമയത്തിനകം എന്റെ രണ്ടാമത്തെ മകൻ ജനിച്ചു. എന്നാൽ സിറ്റുവേഷൻ അത്ര നല്ലതായിരുന്നില്ല. സാധാരണ നിലയിലാണ് കാര്യങ്ങൾ നടന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറെ വർഷങ്ങൾ കടന്നുപോയി. അതേ സമയത്താണ് ഒരു വലിയ അപകടം സംഭവിച്ചത്. ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ ഒരു ദുരന്തം വന്നു. എന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വന്നു. അതിൽ എന്റെ ഭർത്താവ് മരിച്ചു. വർഷങ്ങളോളം സൃഷ്ടിച്ചിരുന്ന എല്ലാം ഒരു നിമിഷത്തിൽ തകർന്നു. 1 മിനിറ്റിനുള്ളിൽ ജീവിതം ഇവിടെ നിന്ന് അവിടെ എത്തി. പൂർണ്ണമായും എല്ലാം അവസാനിച്ചു. ഏതൊരു വീട്ടിലും സംഭവിക്കുന്നത് പോലെ ഭർത്താവ് പോയ ശേഷം അവന്റെ കുടുംബം പിന്തുണ നൽകുന്നത് നിൽക്കുന്നു.
എന്തോ വിധത്തിൽ എനിക്ക് കൂടി അതേ അനുഭവം നേരിടേണ്ടി വന്നു. എൻ്റെ ഭർത്താവ് പോയ ശേഷം എൻ്റെ കുടുംബവും എന്നെ ഉപേക്ഷിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ എൻ്റെ 2 കുട്ടികളെ എടുത്ത് ഒരു വാടക വീട്ടിലേക്ക് പോയി. അവിടെ താമസിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഒന്നും ശരിയായി പോകുന്നില്ലായിരുന്നു. എൻ്റെ എല്ലാം തകർന്നു പോയി, എല്ലാം ചിതറിപ്പോയി. എനിക്ക് കുറച്ച് വർഷങ്ങൾ കൊണ്ട് കുറച്ച് പഠിച്ചും കുറച്ച് അനുഭവം സമ്പാദിച്ചും സൃഷ്ടിച്ചിരുന്ന എല്ലാം അവസാനിച്ചു പോയി. പൂർണ്ണമായും ശൂന്യാവസ്ഥയിൽ ഞാൻ നിന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒന്നും മനസ്സിലായിരുന്നില്ല. ഞാൻ ഡിപ്രഷനിൽ ആയിരുന്നു. എൻ്റെ ജീവിതം പോലെ ദയനീയമായത് ആരുടെയും ജീവിതം ഈ ലോകത്ത് ഇല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. സമയം കടന്നുപോയി, പക്ഷേ ആരും എനിക്ക് സഹായിക്കാൻ വന്നില്ല. ഒരു ബന്ധുവും ഇല്ല, ഒരു സമൂഹവും ഇല്ല. സമൂഹത്തിനായി ജീവിതം സമർപ്പിക്കുന്നത് ഏറ്റവും വലിയ മൂഢത്വം ആണെന്ന് എനിക്ക് തോന്നുന്നു. സമൂഹം എന്നതിന്റെ അർത്ഥം സമൂഹം ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യില്ല. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇത്രയേറെ അനുഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ സമൂഹത്തിനായി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ സമൂഹം ഇത് ചെയ്യും, അത് ചെയ്യും എന്ന് കരുതുന്നുവെങ്കിൽ പ്രതീക്ഷകൾ ഉപേക്ഷിക്കൂ. ഞാനും പ്രതീക്ഷിക്കുന്നത് നിർത്തി. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം എന്റെ ജീവിതത്തിൽ ആയുഷ് എത്തി. ആയുഷ് എന്റെ വീട്ടിൽ വരുമായിരുന്നു. എന്റെ പരിചയമുള്ള ഒരാളുടെ വഴി ആയുഷ് എന്റെ വീട്ടിൽ വരുമായിരുന്നു. മെല്ലെ മെല്ലെ ആയുഷിന് എന്നോട് ഒരു ആകർഷണം ഉണ്ടായി. എനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് ആയുഷിനോട് ആകർഷണം ഉണ്ടായിരുന്നു എന്ന്. മെല്ലെ മെല്ലെ ആയുഷിന് എന്നോട് ആകർഷണം ഉണ്ടായി. പിന്നെ ആയുഷ് തീരുമാനിച്ചു, ഞാൻ നിന്നെ വിവാഹം കഴിക്കും. പക്ഷേ ഒരു 2 കുട്ടികളുടെ അമ്മയെ വിവാഹം കഴിക്കണം. ഒരു 2 കുട്ടികളുടെ അമ്മയെ വിവാഹം കഴിക്കാനും ഒരു പുരുഷന്റെ കൈപിടിക്കാനും. ഇത് സമൂഹത്തിനെതിരെ ആയിരുന്നു. ഇത് ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിനെതിരെയും ആയിരുന്നു. സമൂഹത്തിൽ ഇങ്ങനെ സംഭവിക്കാറില്ല, ഒരു യുവാവ് 2 കുട്ടികളുടെ അമ്മയെ വിവാഹം കഴിക്കുമെന്നത്. ഇത് കേട്ടപ്പോൾ ആളുകൾ കോപം കാണിക്കാൻ തുടങ്ങി. എന്നാൽ ഈ കാര്യത്തിന് ഞാൻ ആയുഷിന്റെ കുടുംബത്തോട് നന്ദി പറയുന്നു. ആയുഷിന്റെ അമ്മയുടെയും അച്ഛന്റെയും. അവിടുത്തെ അമ്മ 9 മാസം ആയുഷിനെ ഗർഭത്തിൽ വച്ച ശേഷം സന്തോഷത്തോടെ എന്നെ അവരുടെ മകനായി സ്വീകരിച്ചു. ഇതുവരെ ആയുഷിന്റെ അമ്മ എന്നെ മകളായി കാണുന്നു, കാരണം അവൻ എന്നെ വിവാഹം കഴിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ആ ലജ്ജ എവിടെയോ എൻ്റെ അമ്മായിയമ്മക്കും അച്ഛനും എൻ്റെ ഭർത്താവിനും അനുഭവിക്കേണ്ടി വന്നു. സമൂഹം എൻ്റെ അമ്മായിയമ്മയെയും അച്ഛനെയും കുറിച്ച് മാത്രം, പക്ഷേ എൻ്റെ ഭർത്താവിനെ എവിടെയോ ഒഴിവാക്കുന്നതായി ഞാൻ കണ്ടു. എൻ്റെ ഭർത്താവ് പല വിവാഹങ്ങളിലും പോകുമ്പോൾ അവരെ അവഗണിക്കപ്പെട്ടിരുന്നതാണ് കാരണം അവൻ എന്നെ വിവാഹം കഴിച്ചു. കാരണം സമൂഹത്തിന് 2 കുട്ടികളുടെ അമ്മയുമായി വിവാഹം കഴിക്കുന്നത് ശരിയല്ലായിരുന്നു. സമയം കടന്നുപോയി. എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു ഞാൻ എൻ്റെ ഭർത്താവിനായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന്. അതിനുശേഷം ഞാൻ ഐവിനോട് പറഞ്ഞു, ഞാൻ മുമ്പ് പാർലർ നടത്താറുണ്ടായിരുന്നു എന്ന്. ഞാൻ വീണ്ടും പാർലർ തുറക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും അത്ര നല്ലതല്ലായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ മുന്നിലുള്ള മുറിയിൽ ഒരു സ്ഥലം ഒരുക്കി എൻ്റെ ഡ്രസ്സിംഗ് ടേബിളും ഒരു കസേരയും കൊണ്ടുപോയി. വെറും 2000 രൂപയിൽ ഞാൻ എൻ്റെ പാർലർ ആരംഭിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നെ അത്ര ശക്തിയായി അനുഗമിച്ചിരുന്നതുകൊണ്ട് ആ 2000 രൂപയിൽ ഞാൻ പതിയെ പതിയെ ആളുകളെ ആകർഷിക്കാൻ തുടങ്ങി. ആളുകൾ ഞങ്ങളുടെ ജോലി കണ്ടു ഇംപ്രസ് ആകാൻ തുടങ്ങി. ആ 2000 രൂപയുടെ പാർലർ തന്നെ പതിയെ വളർച്ചയിലേക്ക് പോയി. 4-6 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ സ്ഥിതി നല്ല നിലയിലായി. അതിനുശേഷം നാം ശരാശരി 100 രൂപ വീതം സമ്പാദിക്കാൻ തുടങ്ങി. ഇതിൽ പ്രധാന പങ്ക് എൻ്റെ കുട്ടികളും ഭർത്താവും വളരെ അധികം വഹിക്കുന്നു. കാരണം എൻ്റെ കുട്ടികളുമായി ഭർത്താവുമായി എനിക്ക് നല്ല ബന്ധമാണ്. എൻ്റെ കുട്ടികൾ എൻ്റെ വിവാഹ സമയത്ത് ഒരു വാക്ക് പറഞ്ഞു. ഞാൻ എൻ്റെ കുട്ടികളോടൊന്ന് ചോദിച്ചു, എന്താണ് അർത്ഥം കുട്ടികളെ? ഞാൻ എൻ്റെ കുട്ടികളോടൊന്ന് വ്യക്തമായി ചോദിച്ചിരുന്നു, ഞാൻ വിവാഹം കഴിക്കാമോ അല്ലെങ്കിൽ കഴിയില്ലയോ എന്ന്. എൻ്റെ കുട്ടി ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു, അമ്മേ, നിങ്ങൾ വിവാഹം കഴിക്കൂ. എനിക്ക് ഡാഡിനും ഇടയിൽ ഉള്ള ബന്ധം നമ്മുടെ ജോലി ചരിത്രം സൃഷ്ടിക്കും. സ്വന്തം കുട്ടികളെ എല്ലാവരും സ്നേഹിക്കുന്നു, പക്ഷേ ഞാനും ഡാഡും ചേർന്ന് ഒരു അത്തരം ബന്ധം സൃഷ്ടിക്കും. അത് സമൂഹം ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. സഹജമായ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ലോകം കേട്ടിട്ടുണ്ടാവും, പക്ഷേ അത്തരം ബന്ധങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാകാറില്ല. അത്തരം ബന്ധം ഞാനും ഡാഡും ഉണ്ടാക്കും. എൻ്റെ ഭർത്താവും കുട്ടികളും എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത്തരം ഒരു സാഹചര്യവും പ്രശ്നവും എനിക്ക് ഒരിക്കലും നേരിടേണ്ടി വരില്ലെന്ന്. ഒരു വർഷം മുമ്പ് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിരുന്നു, യാരെ, എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുക്കൂ. എൻ്റെ ഭർത്താവ് പറഞ്ഞു, അയ്യോ, നീ എന്ത് ചെയ്യും? യൂട്യൂബ് ചാനൽ നീക്ക് നടത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, നീ തുടങ്ങിക്കൊടുക്കൂ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാരെ, ഞാൻ ഒരു സെലിബ്രിറ്റിയാണ്, എനിക്ക് യൂട്യൂബ് ചാനൽ വേണം, ഞാൻ ഉടൻ ആകും. എൻ്റെ വായിൽ എന്തുണ്ടായിരുന്നു? സരസ്വതി ദേവി ആയിരുന്നു. എന്ത് ആയിരുന്നു എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. എൻ്റെ ഭർത്താവ് അന്നത്തെ ആ ആവേശത്തിൽ തന്നെ ചാനൽ തുടങ്ങിക്കൊടുത്തു. അതിൻ്റെ അടുത്ത ദിവസം മുതൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വീണ്ടും ഒരു പ്രശ്നം വന്നു.
എന്റെ അമ്മ ഹീറ്ററിൽ ചൂടെടുക്കുമ്പോൾ അന്ന് തന്നെ തീപിടിച്ചു. അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ഇരുവശ കാലുകളും കത്തിപ്പോയി. ഞാൻ അവളെ രക്ഷിക്കാൻ ഓടിയപ്പോൾ എന്റെ ഇരുവശ കൈകളും കത്തിപ്പോയി. ചാനൽ തുടങ്ങിയത് 3 ദിവസം മാത്രമായിരുന്നു, എന്നാൽ എന്റെ ഇരുവശ കൈകളും കത്തിപ്പോയിരുന്നു. അമ്മയെ ഡോക്ടർക്ക് കാണിച്ചു. ചാനലിനായി കൈക്ക് മരുന്ന് പുരട്ടി. എന്നാൽ ഞാൻ ചാനൽ തുടങ്ങിയത് ഒരു ആഴ്ച കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. ഇതുവരെ ഞങ്ങൾ ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്റെ പഴയ വീഡിയോകൾ പോയി നോക്കിയാൽ കാണാം. ഞാൻ കയ്യിൽ പെട്ടി കെട്ടി തന്നെ ചാനലിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അത് അർത്ഥം അവിടെയും ഞാൻ നിർത്തിയില്ല. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു മനസ്സിൽ. എന്റെ മനസ്സിൽ എപ്പോഴും ഓടിക്കൊണ്ടിരുന്നത് സൃഷ്ടി, നിനക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നായിരുന്നു. ചെയ്യണമെങ്കിൽ ചെയ്യണം, അതാണ്. ഇതേ മനസ്സിലായിരുന്നു എപ്പോഴും ഓടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ കയ്യിൽ പെട്ടി കെട്ടി തന്നെ വീഡിയോകൾ ചെയ്തു. പക്ഷേ ദൈവം ഇനി എനിക്ക് ദുഃഖം ചെയ്യാൻ ആഗ്രഹിച്ചില്ല. എന്റെ 5ാമത്തെ വീഡിയോ വൈറലായി. 2.2 മില്യൺ വ്യൂസ് ലഭിച്ചു. അതിനാൽ ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ ആദ്യം ആവശ്യമുള്ള 1000 സബ്സ്ക്രൈബർമാർ എനിക്ക് കിട്ടി. പക്ഷേ അപ്പോൾ എന്റെ ചാനലിൽ 2500 സബ്സ്ക്രൈബർമാർ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വീട്ടിൽ വലിയ സന്തോഷത്തിന്റെ തരംഗം പടർന്നു. അതിനുശേഷം ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. മോട്ടിവേഷണൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യണം, ഫാമിലി കണ്ടന്റ് പോസ്റ്റ് ചെയ്യണം എന്ന്. സമൂഹത്തിൽ തെറ്റായ സന്ദേശം പോകുന്ന തരത്തിലുള്ള ഒന്നും പോസ്റ്റ് ചെയ്യരുത് എന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെയാണ് ചെയ്തത്. ബാക്ക് ടു ബാക്ക് 2-3 വീഡിയോകൾ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം എല്ലാ വീഡിയോകളും ബാക്ക് ടു ബാക്ക് വൈറലാകാൻ തുടങ്ങി. ഒരു വീഡിയോ പോലും വൈറലാകാതെ പോയിട്ടില്ല. എന്റെ ചാനൽ വിജയിച്ചു. 3 മാസത്തിനുള്ളിൽ തന്നെ യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുമാനം ലഭിക്കാൻ തുടങ്ങി എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. രാത്രി 2 മണിക്ക് എന്റെ ആദ്യ പേയ്മെന്റ് വരുമ്പോൾ വെറും $108 മാത്രമാണ് കിട്ടിയത്. എന്നാൽ ആ ഡോളർ ആ ഷോർട്ട് ഫണ്ട് വീട്ടിൽ എത്തിയപ്പോൾ സന്തോഷത്തിന്റെ ഒരു തരംഗം മുഴുവൻ വീട്ടിലും പടർന്നു. എന്റെ കുട്ടികളും അമ്മയും ഭർത്താവും എല്ലാവരും അതിയായ സന്തോഷത്തിൽ നൃത്തം ചെയ്തു. എന്റെ വീട്ടിലെ അവസ്ഥയും മെച്ചപ്പെട്ടു. ഇന്ന് ദൈവം എനിക്ക് അത്രയധികം അനുഗ്രഹം നൽകിയിരിക്കുന്നു. അതിനാൽ ഞാൻ ഈ വേദിയിൽ നിൽക്കാൻ കഴിയുന്ന ഗൗരവം എനിക്ക് ലഭിച്ചു. ഈ വേദിയിൽ എത്താൻ യോഗ്യയായ ഒരു സൃഷ്ടിയായി ഞാൻ മാറിയിരിക്കുന്നു. എന്റെ യാത്രയിൽ നിന്നു ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതായത് നിങ്ങൾ ഒരിക്കലും തോറ്റുപോകരുത്. നിങ്ങൾ 0 എന്ന നിലയിൽ നിൽക്കുന്നവരായാലും തോറ്റുപോകരുത്, തകർന്നു പോകരുത്, വീഴരുത്. എഴുന്നേറ്റ് ഉണർന്നു എന്തെങ്കിലും ചെയ്യൂ. അവസ്ഥ എങ്ങനെയായാലും ഞാൻ പോലും ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഗർഭിണിയാണല്ലോ, ഞാൻ പഠിക്കാൻ എന്തിനാണ്, ഞാൻ പഠിക്കില്ലായിരുന്നു. പഠനം എന്നത് എനിക്ക് ജോലി ചെയ്യാനാണ് എന്നർത്ഥമല്ല. പഠനം എന്നത് എനിക്ക് ഇവിടെ വെച്ച് എന്റെ വ്യക്തിത്വം ശരിയാക്കാനാണ്. എന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണാടിയിൽ എന്നെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു നഷ്ടപ്പെട്ട സൃഷ്ടിയെയാണ്. ഒരു ഒറ്റപ്പെട്ട പെൺകുട്ടി, ഒരിക്കൽ സ്മാർട്ട് ആയിരുന്ന ഒരു ഇന്റർമീഡിയറ്റ് പെൺകുട്ടി. അവൾ ഇല്ലാതായി പോയിരുന്നു. അത് എവിടെയോ എനിക്ക് വേദനയുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതിനാലാണ് ഞാൻ എന്റെ പഠനം തുടർന്നത്. ഒപ്പം പതിയെ പതിയെ ഇന്ന് നിങ്ങൾക്ക് കാണാൻ സൃഷ്ടി എത്ര വലിയ ഒരു നിലയിൽ എത്തി നിൽക്കുകയാണ്. എന്റെ ഈ മുഴുവൻ യാത്രയുടെ ഒരു ലക്ഷ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും അതിൽ നിന്ന് പുറത്തു വരൂ. ഇത് ഒരു വലിയ പ്രശ്നമാണെന്ന്, അതാണ് യഥാർത്ഥത്തിൽ ഒരു പ്രധാന പ്രശ്നമാണെന്ന് പറഞ്ഞ് വെറുതെ ഒരു കാരണം പറയേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായും ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. കാരണം അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം മാത്രമാണ് മറ്റുള്ളവർക്ക് മുന്നിൽ കൂടുതൽ വ്യക്തമാകുന്നത്. അല്ലാതെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയില്ല.